ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാലൻസ് ഒക്കെ പറയാനുണ്ട്. അതിൻ്റെ ബാലൻസ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു, അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പെണ്ണുങ്ങൾ തുണി ഉരിഞ്ഞ് പണത്തിന് വേണ്ടിയിട്ട്, പണം കിട്ടാൻ വേണ്ടി എന്തും കാണിക്കുവാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്ന പല ഭർത്താക്കന്മാരുമാണ്. ഇങ്ങനെയുള്ള തുണി ഉരിഞ്ഞതും ബെഡ്റൂമിലുള്ള വീഡിയോസും ഒക്കെ എടുത്തു കൊടുക്കുന്നത് ഭർത്താക്കന്മാരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തമാശ. അപ്പോൾ എങ്ങനെയെങ്കിലും ഭാര്യയെ കൊണ്ടായാലും മക്കളെ കൊണ്ടായാലും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിക്കണം, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ഇന്നിപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അന്യൻ്റെ കിടപ്പറയിലേക്ക് നോക്കാനാണ് കുറേ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം എന്നുള്ളൊരു ട്രെൻഡ് കിടക്കുന്നു എന്നുള്ള ഇവരുടെ തോന്നലിൽ നിന്നാണ് ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. അപ്പോൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വിഹരിക്കുമ്പോൾ, വേറെയുള്ള ആൾക്കാർ മുകളിൽ ഭയങ്കര ആഡംബരമായിട്ട് എന്ന് പറയുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇങ്ങനെയുള്ള വേറെ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോയി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എല്ലാത്തിൻ്റെ അവസാനം ഒരു പണം ഉണ്ടാക്കൽ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, സജിന നൂറിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഈ കോൺട്രവേഴ്സി, ഈ ഒരു ഗർഭവും കാര്യങ്ങളും, റസൂൽ പൂക്കുട്ടിയുമായിട്ടുള്ള ഗർഭവും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവരുടെ തന്നെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഒരു സ്ത്രീയുമായിട്ട് ഒരു ആങ്കറായിട്ട് ഇരുന്നു കൊണ്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ആർട്ടിസ്റ്റുകളെന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ ഇതേ കണക്കുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ ജൂനിയർ സപ്പോർട്ടീവായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കാശിന് വേണ്ടിയിട്ട് 500 രൂപ അതവർ പറഞ്ഞതിൻ്റെ എന്താ പറയുക, അവരത് തെളിഞ്ഞതിൻ്റെ ഒരു ചിത്രം തന്നെ, പിക്ചർ തന്നെ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന രീതിയിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ പാവപ്പെട്ടതാണ് സപ്പോർട്ടീവ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആകെപ്പാടെ അവർക്ക് കിട്ടുന്നത്, ചില ആൾക്കാർ 450 രൂപ 500 രൂപയ്ക്കൊക്കെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. രാവിലെ ഇവർ സെറ്റിൽ വന്ന്, അത് സിനിമയുടെ ആയാലും സീരിയലിൻ്റെ ആയാലും സെറ്റിൽ വന്നിരുന്ന 6 മണിക്ക് 6:30 ഇവർ വന്നിരുന്ന രാത്രി 9 മണി വരെ അവർ ഇരിക്കുവാണ്. അവർ വെറുതെ മര്യാദയ്ക്ക് അവിടെ ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ പറയുമ്പോൾ ചെന്ന് നിൽക്കണം. ഇവർ മേക്കപ്പ് ഇട്ടുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അത്രയും മണിക്കൂർ അവരിരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഇതിനകത്ത് ഏജൻറ്റന്മാരുണ്ട്. ഇപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപ പറഞ്ഞു വരുന്ന ഒരു സംഭവത്തിന് ഏജൻറ്റുമാരുടെ കമ്മീഷൻ എല്ലാം കഴിഞ്ഞ് ഈ പാവങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ 500 രൂപയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ പേരിൽ ഇതാണൊക്കെ വൃത്തികേടെടുത്ത് തോളലോട്ട് വെക്കരുത്. പിന്നെ നിവർത്തിയില്ലാതെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇതിനൊക്കെ വഴങ്ങി കൊടുക്കുന്നുണ്ടാകും. അത് അവരുടെ നിവർത്തികേടുണ്ടാകും. നിന്നെപ്പോലെ കോടിക്കണക്കിന് പണം ഹണി ട്രാപ്പിൽ തട്ടാനും പണക്കാരന്മാരെ കാണുമ്പോൾ അങ്ങോട്ട് നെകളിച്ചു പോകാനും 3 മാസത്തേക്ക് എഗ്രിമെൻ്റ് എഴുതി വേശ്യാവൃത്തിക്ക് പോകുന്ന ആ പെണ്ണുങ്ങളല്ല അവരൊന്നും. ആദ്യം അത് മനസ്സിലാക്കുക. കാരണം ഞാനൊരു മൂവിയായിട്ട് ബന്ധപ്പെട്ട് നിന്നപ്പോൾ ഒരുപാട് ഈ ആർട്ടിസ്റ്റുകളെ, ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞാൻ പരിചയപ്പെട്ട് അവരുടെ നമ്പറൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എനിക്ക് ലീഗലായിട്ട് നിയമപരമായിട്ട് അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഇനാഗുറേഷൻ മാമിൽ നിന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ മൂവിയുമായിട്ട് അവരൊക്കെ അങ്ങനെ ഒരു 13 ആൾക്കാരുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഞാൻ വിളിച്ചിട്ട് നമ്മൾ തന്നെ അപ്പോൾ പറഞ്ഞ് 650-700 രൂപ എടുക്കും. കാരണം വളരെ ചെറിയൊരു ബഡ്ജറ്റ് മൂവിയായിരുന്നു. അപ്പോൾ 700 രൂപ വീതം ഞാൻ തന്നെയാണ് അവർക്ക് കൊടുത്തത്. ഈവനിങ് ആകുമ്പോൾ അതിനകത്ത് ഒരു ഇടനില ഒരു ഏജൻറ്റുമാർ വേണ്ടെന്നുണ്ട്. കാരണം 700 രൂപ നമ്മൾ പറഞ്ഞ് വരുമ്പോൾ 200 രൂപ 300 രൂപ കമ്മീഷനാണ് ഏജൻറ്റന്മാർക്ക്, ബാക്കി 500 രൂപയാണ് അവരായി കിട്ടുന്നത്. അങ്ങനെ ഓരോ തുക, ഇപ്പോൾ സിനിമാ സെറ്റിലാണെങ്കിൽ 3000 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം 2500-3000 രൂപ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വെറും 1000-ന് താഴെ രൂപയാണ്. കാരണം ഒരു 4-5 ഏജൻറ്റുമാർ ഇതിൽ നിന്ന് പങ്കിട്ടെടുത്തിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സജന നൂറെന്ന് പറയുന്ന വൃത്തികെട്ടവൾ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവള് പണം ഉണ്ടാക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് കേൾക്കണമല്ലോ. ആണ് ഞാൻ പണം കണ്ടുതന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പണം വേണ്ടത്. സത്യമല്ലേ? ആണല്ലോ, സത്യമല്ലേ? നിക്കാരം കഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിയ ഫേസ്ബുക്കിൽ എന്നെയും എന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഞാൻ ഇടാൻ പോവാ. എന്തിന്? അതാ പറഞ്ഞപ്പോൾ ചാവ് നിങ്ങൾ പോയി. അതാണ് ഏറ്റവും ഞാൻ നല്ലത്. ഏറ്റവും നല്ലത് നിങ്ങൾ ചാവുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊച്ചുങ്ങളെ ഇട്ടിട്ട് ഒളിച്ചോടി പണക്കാരൻ്റെ കൂടെ പോയിട്ട് ജീവിക്കുന്നതാണോ ശരി സജന? ആണ്. ഞാൻ ചെയ്യട്ടെ, എനിക്ക് എന്റെ സുഖങ്ങളാണ് വലുത്. ഏത് ലെവലിൽ ഞാൻ കളിക്കുമെന്ന് എന്നെ എന്റെ ലെവലിൽ വിട്ടേക്ക്. ഞാൻ കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുമോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഏത് ലെവലിൽ ഞാൻ ഇവള് കേസ് കളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാക്കെന്ന് പറയുന്നത് ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഭർത്താക്കന്മാർക്കൊക്കെ ഉള്ളൊരു പാഠമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭർത്താവ് ഇത് കൊണ്ടു നടക്കുന്നില്ല എന്നുള്ളതല്ല, ഭർത്താക്കന്മാർക്ക് ഇതൊരു പാഠമാണ്. കാരണം പെണ്ണുങ്ങളിത് ബിഗ് ബോസിൽ വന്നിട്ടാണ് ഇവളെ 10 പേരെ അറിയാൻ തുടങ്ങിയത്. ബിഗ് ബോസിൽ വന്നതിന് ശേഷം 10 പേരെ അറിയാൻ തുടങ്ങിയപ്പോൾ ബിഗ് ബോസിൽ വന്ന് ഇവളൊരു മാതൃകാ ദമ്പതിയെ പോലെയാണ് ഇവൾ കാണിച്ചത്. അയ്യോ പാവം പതിവ്രതയായ ഭാര്യ ഫിറോസ് ഇവളെ അങ്ങ് ദേഷ്യപ്പെടുന്നു, ഫിറോസിന് ഇവളങ്ങ് സഹിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആൾക്കാർ
അന്ന് അതൊരു വിലയിരുത്തിയത് അല്ലേ, നമ്മളെപ്പോലുള്ള ആൾക്കാരെ വിലയിരുത്തിയത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവൾ അതിനു മുമ്പ് തന്നെ കുറേ ആണുങ്ങളെ കൂടെ പോയി അതിന് കൈമുറിക്കാനും അവൾ ഞരമ്പ് മുറിക്കാനും ഒക്കെ പോയി ആത്മഹത്യ ഭീഷണി മുഴക്കിയിട്ട് ഇവളെ സഹിച്ച് കൊണ്ടുപോകുമായിരുന്നു. അതിനുശേഷമാണ് കുട്ടി ഉണ്ടായതും. കുട്ടി ഉണ്ടായി 2 വയസ്സിന് ശേഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർ കയറിയിറങ്ങി. ഇപ്പം അവൻ പറഞ്ഞ ആൾക്കാർ തന്നെ 9 അവിഹിതത്തിൻ്റെ ലിസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുമാണ് അവൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഫോട്ടോ ഉൾപ്പെടെയാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 9 അവിഹിതം, 1 ഒളിച്ചോട്ടം, പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ ഗർഭമാണ് റസൂൽ പൂക്കുട്ടിയുടെ 3ാമത്തെ ഗർഭം. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇവൾ അതിനകത്ത് പറയുന്നവർ വളരെ എന്താ പറയുന്നത്, നമുക്ക് നാണക്കേടാണ് പറയാൻ. എനിക്ക് സേഫ്റ്റി പ്രൊട്ടക്ഷൻ ഇഷ്ടമല്ല എന്ന്. അപ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഇഷ്ടമില്ലാതെ ഇവന്മാരെ കൂടെ പോയപ്പോൾ എത്ര, അപ്പോൾ എനിക്ക് തോന്നി വന്ന അവൾ നാട്ടിലുള്ള ആണുങ്ങളെ വെച്ചെല്ലാം കൊച്ചുങ്ങളുണ്ടാക്കാനുള്ള പരിപാടിയാണോ? ഇവിടുത്തെ ആണുങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെയുള്ള പോകുന്നവന്മാരുടെ, എല്ലാ ആണുങ്ങളെന്ന് പറയത്തില്ല, മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ആണുങ്ങളുണ്ട്, നമ്മളെ കൂടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് തൊഴണം, അങ്ങനെയുള്ള ആണുങ്ങളുണ്ട്. എല്ലാവരും ഒരു വീഡിയോ ഞാൻ കണ്ട്, ഈ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, പെണ്ണ് നല്ലതാണെങ്കിൽ മോശമായിരിക്കും, ആണ് നല്ലതാരെ മോശം, അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. മാനം മര്യാദയ്ക്ക് ഈ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവരുടെ മാന്യതയാണ്. കാരണം കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്ന് വളരുന്ന സാഹചര്യമാണ്. മാതാപിതാക്കൾ അങ്ങനെയാണ് അവരെ വളർത്തിയിരിക്കുന്നത്, അങ്ങനെയാണ് മാതാപിതാക്കൾ. ഇതൊക്കെ കണ്ട മറ്റേ അറുവാണികൾ അവളെയൊക്കെ വീട്ടിലെ തള്ളമാരും തന്തമാരും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവളൊക്കെ ഇങ്ങനെ പഠിക്കുന്നത്. ഇവനും ഒക്കെ ഈ ആണായാലും പെണ്ണായാലും ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ കാരണം വീട്ടിൽ പഠിപ്പിച്ച് വിടുന്ന, വീട്ടിലേക്ക് ഇവളുടെയൊക്കെ തന്തയും തള്ളയും ഇത്രയും കണക്കിന് ഇതിനേക്കാൾ കഷ്ടമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇവളൊക്കെ പഠിച്ചു വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറേ ഭർത്താക്കന്മാർ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വീഡിയോസ് എടുത്ത് തുണി ഉരിഞ്ഞതും, നമ്മൾ സാധാരണ ഞാളുമാരെ പേരൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് തന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു സ്ത്രീ എന്ന് പറയുന്ന ഒരു ഉപഭോഗ വസ്തുവാണ്. സ്ത്രീയുടെ നഗ്നത കാണിച്ചു കഴിഞ്ഞാൽ പണം കിട്ടും. അത് കാണാൻ വേണ്ടി സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആണുങ്ങൾ തള്ളിക്കയറും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പം ഞാനിത് കേൾപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇതേ കണക്കുള്ള ഇത്രയും അറുവാണികളായിട്ടുള്ള ഇവളുമാരെയൊക്കെ കൊണ്ട് നടക്കുമ്പോൾ, ഫേമസ് ആക്കാൻ കൊണ്ട് നടക്കുമ്പോൾ നാളെ അനുഭവിക്കാൻ പോകുന്ന കാര്യമാണ്. പിന്നെ ഫിറോസിനോടൊരു കാര്യം എനിക്ക് തോന്നിയ കാര്യമുണ്ട്. ഫിറോസിന് നാണമില്ല. ഇനിയും ഇവളെയൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹം. ഇവൾ നേരത്തെ ഈ ഫിറോസ് ഇപ്പം അറിയും തോന്നുന്നു, ഇനിയും നാളെ ഇവളൊന്ന് ആത്മഹത്യാ ഭീഷണി കൂടി ഒരു മോനുണ്ടെന്ന്, ഒരു കൊച്ചുണ്ടെന്ന്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നമ്മൾ ഛർദ്ദിക്കുന്ന കാര്യങ്ങൾ പിന്നെ ആരെങ്കിലും എടുത്ത് ഭക്ഷിക്കുമോ? നമ്മൾ ഒരുത്തിയോ അല്ലെങ്കിൽ ഒരുത്തിനെ ഛർദ്ദിച്ച് കളഞ്ഞ് ആ ഛർദ്ദിൽ വാരി തിന്നുന്നതിന് തുല്യമായി. നീയൊക്കെ ആണാന്നോ? നിനക്കൊക്കെ നാണമില്ലേ? വേണ്ടാത്തതിനൊക്കെ കളഞ്ഞിട്ട് അവനവൻ്റെ പാട് നോക്കണം. പെണ്ണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, ആണില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ ഛർദ്ദിൽ വാരി തിന്ന് നീ എത്ര വാരി തിന്നടാ? നാണമില്ലേ നിനക്ക്? എനിക്ക് അങ്ങനെ തോന്നുന്നു ഫിറോസിനോട്. എനിക്ക് ഫിറോസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, സിറ്റുവേഷൻ എന്ത് മനസ്സിലാവത്തില്ല. ഞാനൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരെ ഇതേ കണക്കുള്ള ആൾക്കാരെ കാണുന്നില്ല, എന്ത് മനസ്സിലാവത്തില്ല. എന്ത് സ്നേഹമോടാ ഇത്? വല്ലവൻ്റെയും കൂടെ പോയി തുണി ഉരിഞ്ഞ് കിടന്നിട്ടാണോടാ പിന്നെ നിൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്പോൾ അതാണോടാ സ്നേഹം? നീ അവളെ സ്നേഹിക്കുന്ന അറപ്പല്ലേടാ വേണ്ടത്? തുപ്പണ്ടേ? അവളെ മുഖത്തോട്ട് കാർക്കിച്ച് തുപ്പണ്ടേ? അതല്ലേ വേണ്ടത്? അല്ലാണ്ട് പിന്നെ അവളെ ചേർത്ത് പിടിക്കുന്നത്. എന്ത് കൊച്ചിനെ വളർത്താൻ കഴിവുണ്ടാവണോടാ? ഒരച്ഛനും അമ്മയും ഇല്ലാത്ത എത്രയോ മക്കൾ കൊച്ചുങ്ങളെ സ്വന്തമായിട്ട് വളർത്തുന്ന, അവനെ അന്തസ്സായിട്ട് വളർത്തുന്ന, അതേ കണക്കും കൂടി കൊച്ചിനെ വളർത്തണോടാ? നിനക്ക് ഏതെങ്കിലും കാലത്ത് ഒരു പെണ്ണ്, നിന്നെ അറിയാവുന്ന ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി വരുമ്പോൾ അങ്ങനെ പിന്നെ കല്യാണം കഴിക്കണം. എത്ര കല്യാണം കഴിച്ചാലും മാനമര്യാദയ്ക്ക് ജീവിക്കുന്നതിന് എത്ര കല്യാണം കഴിച്ചാലും ഒരു പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് കണ്ടവന്മാരോടെല്ലാം നിരങ്ങി നടക്കുന്ന, അവൾ എഗ്രിമെൻറ്റിൽ കോടിക്കണക്കിന് രൂപ ഹണി ട്രാപ്പ് ചെയ്ത് നേടാൻ നടക്കുന്ന ഓരോരുത്തവന്മാരുടെയും ഗർഭം വേണം, എനിക്ക് പ്രൊട്ടക്ഷൻ പാടില്ല എന്ന് പറഞ്ഞ് ഗർഭം ഉണ്ടാക്കി നടക്കുന്ന ഇവളെയൊക്കെ എന്ത് പറഞ്ഞ്, ഇവളൊക്കെ പറഞ്ഞ വേശ്യെന്ന് പോലും വിളിക്കാനുള്ള ഇതില്ല അവൾക്ക്. അത്ര അതിൻ്റെയും കാട്ടി തരം താണതാ. അങ്ങനെ വേശ്യാവൃത്തിക്ക് നടക്കുന്ന ആൾക്കാർക്കും കുറച്ചൊരു ഇത്തിരി അന്തസ്സുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് കേൾക്കുമ്പം ആസ് എ ലീഗൽ എന്താ പറയുക, ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ, ലീഗൽ അഡ്വൈസർ അല്ലെങ്കിൽ ലീഗൽ കൗൺസിലർ എന്ന പേരിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് ഇത് കേൾക്കുമ്പോൾ. കാരണം ഞാൻ എന്തുകൊണ്ടാണെന്ന് പറയുക, എനിക്ക് ഇങ്ങനെ ഇത് മാത്രം വന്നപ്പോൾ ഇത്ര ദേഷ്യം വരുന്നത്. നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇത് കാണുന്നുണ്ട്. ഇവൾ എന്നിട്ടും വന്ന് ന്യായീകരിക്കുന്ന, മെഴുകുന്ന, മുഖ്യമന്ത്രിയെ കാണാൻ പരാതി കൊടുക്കുന്ന ഈ സാധാരണക്കാരെ നാട്ടുകാരെ കണ്ണിൽ പൊടിയിടാൻ വീണ്ടും ശ്രമിക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇത് കണക്കുള്ള ആറുവാണികളൊക്കെ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് എനിക്ക് ഫിറോസിനോട്, ഈ ഫിറോസ് വന്നിരുന്ന് പറയുമ്പോൾ ഞാൻ ഇനി ആദ്യം ഓരോരുത്തൻ്റെ കൂടെ പോയി, അത് കഴിഞ്ഞ് അടുത്തവൻ്റെ കൂടെ പോയി, അത് കഴിഞ്ഞ് അതും ഞാൻ പിടിച്ചു, പിന്നെ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ ചേർത്തു. ഞാൻ അവളെ അത്രയ്ക്ക് സ്നേഹിച്ചത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്കത് എന്നെ പോലെയുള്ള 1% ആൾക്കാർക്കെങ്കിലും അത് മനസ്സിലാവും. എന്ത് മനസ്സിലാവാൻ? അതാ പറഞ്ഞ ഛർദിൽ കോരി തിന്നു നീ ഓരോ പ്രാവശ്യവും. പിന്നെ നീ ഛർദിൽ നീ കോരി തിന്നുകൊണ്ടിരുന്ന നിന്നെ കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുവാണ്. കാരണം സത്യമായിട്ട് അറപ്പ് തോന്നുവാണ്. ഇനി പറഞ്ഞാൽ പെണ്ണില്ലെങ്കിലും, പെണ്ണും പെടക്കോഴി അല്ലെ ആൺകോഴിയും പൂവൻകോഴിയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. അവനവനെ മാന്യമായിട്ട് ജീവിക്കണം. പിന്നെ
പിന്നെ ആ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ നമുക്ക് പറ്റുന്ന ഒരാൾ നമ്മളെ തേടി, പെണ്ണായാലും ആണായാലും വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പാർട്ണറാവ്, അല്ലെങ്കിൽ പങ്കാളിയാക്ക്. അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്കായിപ്പോൾ എനിക്കൊരു കൊച്ചുണ്ടോ അല്ലെങ്കിൽ അവളെ വേണം, ആ ഷർദിലിനെ അങ്ങോട്ട് ഒരുമിച്ച് ആക്കാം. ഇവിടെ ഷർദിലെന്നാണ് വിളിക്കേണ്ടത്. ഇവിടെയൊക്കെ സെപ്റ്റി ടാങ്കിനകത്ത് കിടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഴുക്ക എന്നാ പറയുക. ഇവിടെയൊക്കെ നാണമില്ല. ബ്യൂട്ടി പാർലറിൽ പോയി കുറേ പുട്ടിയും വാരിയിട്ട് ഈ ഫിറോസ് ബീബിന്ന് വന്നതിന് ശേഷം അവളെ പിന്നെ പുരികം വെപ്പിക്കാൻ കൊണ്ടുപോകുന്നു. അവളെ ചുണ്ടിൽ എന്തോ അതിനൊക്കെ പേര് പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ പൊന്നെ, നമ്മളൊക്കെ ദൈവം ഈ ജനിപ്പിച്ചത് ഇതേ കോലത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രായമായി മുതുക്ക് പ്രായത്തിൽ നമ്മളിങ്ങനെ ഓരോ കോലം മാറി മാറി ഇങ്ങനെ വരും. എന്തോ ചുണ്ടിനകത്ത് എന്തോ ഒരു സംഭവം ചെയ്യുമല്ലോ, ചുമ എന്തൊക്കെ ചെയ്യാനായിട്ട് എറണാകുളത്ത് കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. എന്തുമായിരുന്നു ഇക്ക എന്നെ കൊണ്ട് പോകുന്നു, ഞങ്ങൾ സൗന്ദര്യം ഉണ്ടാക്കാൻ, ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാപ്പിച്ച് ഈ കൃത്രിമായി സൗന്ദര്യം വെച്ച് പിടിപ്പിച്ച് കണ്ണിൽ കൺവീലി കൊണ്ടുപോകണു. പിന്നെ അവിടെ എവിടൊക്കെയോ സാമാനത്തിൽ എല്ലാം വെക്കാൻ കൊണ്ടുപോയിട്ട് എന്താടാ ഇപ്പം എന്താ സംഭവിച്ചത് നിനക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് സഹതാപമാണോ തോന്നുന്നത്, നിന്നോട് പുച്ഛമാണോ തോന്നുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ 1% എന്നെപ്പോലുള്ള ആണുങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ആൾക്കാരോടെങ്കിലും എനിക്ക് പറയാനുള്ളത്, വേണ്ടാന്ന് വെക്കുക. ഇങ്ങനെയുള്ള പരക്കഴികളായിട്ട് നടക്കുന്ന, പരക്കഴി പെണ്ണുങ്ങളായിട്ട് നടക്കുന്നതും പരക്കഴി ആണുങ്ങളായിട്ട് നടക്കുന്നതിനൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവനവൻ്റെ പണി തിരക്കി പോവുക. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കുറച്ച് സമയമുള്ളൂ. വളരെ വളരെ നിസ്സാരമായ ഈ സമയത്ത് നമുക്കുള്ള മനസ്സമാധാനത്തോട് ജീവിക്കുക. എല്ലാ മനുഷ്യനും ഞാനിക്കൊക്കെ ആണെങ്കിൽ തലയ്ക്ക് മുകളിൽ കടബാധകളാണ്. മോനെ പഠിപ്പിക്കണം, വീടിൻ്റെ പ്രശ്നങ്ങൾ, ലോണ്, മറ്റേത് മറിച്ച്. ഈ ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെങ്കിലും ജീവിച്ചോ. ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ഞാൻ. എന്നിട്ട് പോലും നമ്മൾ എന്തുമാത്രമാണെന്നറിയാം ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യനും ഉണ്ട് പ്രശ്നങ്ങൾ. പക്ഷേ നമ്മൾ മാനം മര്യാദയ്ക്ക് അന്തസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമുക്ക് മാന്യത, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്ക് മാന്യത വേണം. പ്രണയിക്കുന്നതിനൊന്നും എനിക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. ചില ആൾക്കാർ വിവാഹം കഴിച്ചിട്ട് പ്രണയിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അതൊക്കെ ഒരു കാര്യമാണ്. പക്ഷേ ഇതേ കണക്ക് പരക്കഴിയായിട്ട് കണ്ട ആണുങ്ങളെ എല്ലാം പിടിച്ച് നടക്കുന്ന തെണ്ടികളൊക്കെ, ഈ അർവാണികളെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എടുത്തു വെച്ച് ദൂരക്കളയണം, അല്ലെ ഇവനെയൊക്കെ എടുത്തു വെച്ച് ദൂരക്കളയണം. അങ്ങനെയുള്ള ഒരു ആണിനെയും പെണ്ണിനെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ നിൽക്കരുത്. അത്രയേ ഉള്ളൂ എനിക്ക് ഇനിയും പറയാനായിട്ട്. കാരണം നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നത്തിൽ നമ്മൾ പല ആൾക്കാരോടും നമുക്ക് ചായ്വ് തോന്നായിരിക്കും. ചിലപ്പോൾ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ നമുക്ക് അവരോടൊരു സ്നേഹം തോന്നായിരിക്കും, ഒരു അട്രാക്ഷൻ തോന്നായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അട്രാക്ഷൻ തോന്നും. അതൊക്കെ സ്വാഭാവികം, മനുഷ്യൻ്റെ അവസ്ഥയാണ്. പക്ഷേ ഇതേ കണക്ക് 1 മാസവും 2 മാസവും ഒക്കെ കൂടുമ്പോൾ പിന്നെ ഓരോരുത്തവന്മാരെ വെച്ചിട്ട് കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോകുന്നവളുമാരെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടും വന്നിട്ട് നമ്മൾ ന്യായീകരിക്കുന്ന കാണുമ്പോൾ, മെഴുകുന്ന കാണുമ്പോൾ നമ്മൾ പിന്നെ എന്ത് പറയാനാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള, ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് ഇടാൻ ഇഷ്ടമില്ല. എന്നിട്ട് നമ്മൾ ഇട്ട് പോകണേ എന്താ പറയുക, എനിക്ക് വീണ്ടും ഇവിടെ പിന്നെ എന്താ പറയുക, ഇൻ്റർവ്യൂ കണ്ടപ്പോൾ വീണ്ടും അവൾ അതിനകത്ത് വന്നങ്ങ് ന്യായീകരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുന്നു. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ, ജൂനിയറായിട്ടുള്ള സപ്പോർട്ടീവുള്ള ആർട്ടിസ്റ്റ് കാരണം നമുക്കും അത് മാന്യത. ഇവളെന്താണ് ആർട്ടിസ്റ്റ്, ഇവളെന്താ ആർട്ടിസ്റ്റാണ്? ഇവളെല്ലാം BB കഴിഞ്ഞതിന് ശേഷം, ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റുകാർ 2-3 സീരിയൽ കൊടുത്തപ്പോഴത്തേക്ക് ഇവൾ വലിയ ആർട്ടിസ്റ്റായോ? ഉള്ള ഗോഷ്ടിയും കാണിച്ചു, ഉള്ള മോന്തയ്ക്കുള്ള ബുട്ടിയും വാരിയിട്ട്, ഉള്ള മേക്കപ്പിൻ്റെ ബ്യൂട്ടി പാർലർ സകലമായ സാധനങ്ങളും ഇട്ട് ഇപ്പോൾ ഡ്രഗ്സും അഡിക്റ്റായിട്ട് നടക്കുക. ഡ്രഗ്സ് അടിച്ച് അവൾ ദുബായിൽ മറ്റേടത്ത് മറിച്ച്. എന്നിട്ട് പറഞ്ഞു ദുബായിൽ പോകുന്നവരെല്ലാം പോക്ക് കേസാണ്. ദുബായിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒരു 90% ആൾക്കാരൊക്കെ എന്തിനാണ് പോണേന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവളൊക്കെ പോക്ക് കേസാണെന്നുള്ളത് 100% ഉറപ്പ്. അല്ലാണ്ട് ദുബായിൽ നിൻ്റെ മറ്റിടത്തെ ബിസിനസ് അവിടെ വെച്ചിരിക്കുന്ന അല്ല. ഞാൻ ചോദിക്കുകയാണ്, ദുബായിൽ പോകുന്ന ഇവളമാരെ പിന്നെ ഇവളെയൊക്കെ ദുബായിയുടെ പിന്നെ ഷെയ്ക്ക് എടുത്ത് അംബാസിഡറാക്കി വെച്ചിരിക്കുകയാണ്. ഇവളൊക്കെ ദുബായിൽ പോകാൻ എന്തിനാ നീയൊക്കെ ഇങ്ങനെ? അല്ലാണ്ട് ഈ ദുബായിൽ പോകുന്നവരെല്ലാം കുറ്റം പറയുന്നത് കേട്ടോ. അങ്ങനെയൊന്നും പറയില്ലേ. കാരണം ഇവിടെയൊക്കെ ഓരോരുത്തവളുമാർ ചെന്നിറങ്ങുന്ന കാര്യങ്ങൾ, ദുബായ് എയർപോർട്ടിലാണ് എൻ്റെ കെട്ടിന് ജോലി. ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങുന്ന ഇവളുമാരെയൊക്കെ ഓരോരുത്തവന്മാർ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഫോട്ടോ വീഡിയോ വരാൻ നമ്മുടെ കയ്യിലിരിക്കുക. കാരണം ഒരു കൂടുതലൊന്നും പറയല്ലേ. അതുകൊണ്ട് നീയൊക്കെ തന്നെ ഇതൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ നീയൊക്കെ തന്നെ നാറുന്നത്. ഇതൊക്കെ ഇപ്പം സാധാരണക്കാരെ ജനങ്ങൾക്കറിയാം. നീയൊക്കെ ദുബായി പോകുന്നത് എന്തിനാ, മറ്റെടുത്ത് പോകുന്നത് എന്തിനാ, മറിച്ചിടുക. മാനം മര്യാദയ്ക്ക് ദുബായി പോയി ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ നാണക്കേടാണ് നീയൊക്കെ ദുബായി പോകുന്ന നല്ലതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. ബുദ്ധിയാണ് നിങ്ങളുടെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നു. എന്നിട്ട് റസൂൽ പൂക്കുട്ടിയായിട്ടുള്ള ബന്ധം, അങ്ങനെ ഒരു ബന്ധമേ ഇല്ല, ഞാൻ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ മെഴുകിയല്ലോ. ഇവനുമായിട്ടുള്ള ബന്ധമല്ല, ഇവൾ 3ാമത്തെ ഗർഭമാണ്. 3ാമത്തെ ഗർഭം അത് അവനെ കുടുക്കിയതാണ്. അവന് എന്ന് പറഞ്ഞാൽ ഇവൾ കൊച്ചുണ്ടെങ്കിൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഗർഭം കാണിച്ചിട്ട് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കും. അയാളെ ഭാര്യയാണെങ്കിൽ സുഖമില്ലാതിരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. 2 വലിയ മക്കളുണ്ട്, അയാൾക്ക് ഒരു പെൺകുട്ടി ആൺകുട്ടി. അങ്ങനെ ഇരിക്കുന്നതാണ്. അവനെ ആദ്യം അടിക്കണം. ഇവന് നാണമില്ല.
നാണമില്ല. ഇവനിങ്ങനെ സകലമാനം പറയുന്നതായിട്ട് ആൾക്കാർ പറഞ്ഞ് ചെറുപ്പം ഇവന് കുറേ പ്രായമുള്ള പെണ്ണുങ്ങളെ കൂടെ പോകുന്നവനാണെന്ന്. ഇവനൊക്കെ നാണം മാനമില്ല. ഇവനൊക്കെ ഓസ്കാർ കിട്ടിയിട്ട് ഒരു കേരളത്തിൻ്റെ ഒരു ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ട് എടുക്കുന്ന കണക്ക് ഇവനൊക്കെ ഇവളെ കിട്ടിയോളൂ. ഇച്ചിരി മാനം മര്യാദയ്ക്കുള്ള പെണ്ണുങ്ങളോട് പ്രണയിച്ചിടാം. പ്രണയം എന്ന് പറയുന്നത് പവിത്രമാണ്. ഒരാണായാലും പെണ്ണായാലും ചില ഭാര്യയുള്ളവരും ഭർത്താവുള്ളവരും ഒക്കെ പ്രണയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ മാനം മര്യാദയ്ക്ക് കുടുംബമൊക്കെ നോക്കി നല്ല വൃത്തിയായിട്ട് എനിക്ക് ഗർഭം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ എന്താ പറയുക മറ്റേടത്ത് പോവുമല്ല. അവൻ പറയുന്നുണ്ട് രണ്ടാമത്തത് പോയെന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണ് ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം കേട്ടോ. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്കും പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് ഇവിടെ ഉളുപ്പ് കണ്ടില്ലേ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ എടുത്ത് എനിക്ക് എൻ്റെ ഗർഭത്തിൻ്റെ കാര്യം പറയണം, പിന്നെ അതെനിക്ക് എനിക്ക് തന്നെയാണെന്ന്. അള്ളാഹു അക്ബറിന് അതല്ലേ പണി. ഓ അൽഹംദുലില്ലാ, എങ്ങനെ പറയാണ്ടിരിക്കും. ദൈവത്തിന് നിനക്കൊക്കെ അവിഹിത ഗർഭം ഉണ്ടാക്കി തരുന്നല്ലേ അടി പണി നാറി മറ്റേ മോളെ. എന്നെ പറയാതിരിക്കുന്നത് എങ്ങനെ? എന്നിട്ട് ആ പാവപ്പെട്ട സ്ത്രീയോട് പറയണമെന്ന് സ്വന്തം ഭാര്യ എടുത്ത് ഇവള് അവൻ്റെ കൂടെ പോയി കിടന്ന അവിഹിത ഗർഭങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ആ പാവപ്പെട്ട സ്ത്രീയോട് അവരെ മക്കളുടെയൊക്കെ അവസ്ഥ എന്താവും ആലോചിച്ച് നോക്കി. ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താവും? ഒരു വലിയ മോളും മോനും ഉണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്താ? ഇവനൊക്കെ അങ്ങ് ചത്തൂടെ? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ലോറിക്കടി കയറണം. അതാണ് ഞാൻ പറയുന്നത്. അപ്പം എന്നിട്ട് പറയും നിങ്ങളുടെ ഭാര്യയോട് എനിക്ക് പറയണം. നമുക്ക് എന്തൊരു തൊലിക്കട്ടിയാന്ന് ആലോചിക്കുക. ഇവിടെ പണത്തിന് വേണ്ടി എന്തും ചെയ്യും, എന്തും. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് അതിനകത്ത് എനിക്ക് 3 CR മതി, 3 കോടി രൂപ അവളുടെ ഒരൊറ്റ ഇവളെ മാങ്ങാത്തല ഗർഭത്തിന് 3 കോടി രൂപ. നമ്മളൊരു ട്രൈബൽ ഏരിയാസിലൊക്കെ പോയി അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ട്രൈബൽ ഏരിയാസ് ഇപ്പം ഞാനാണെങ്കിൽ ചാരിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ചാരിറ്റി സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം നമ്മൾ ട്രൈബൽ ഏരിയാസിലൊക്കെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കുറേ എണ്ണം അവിടെ ചെല്ലും. അതോ ഇതോ എന്നൊക്കെ പറഞ്ഞ് കുറേ അവന്മാർ ചെല്ലും. പിന്നെ അവിടേക്കുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ ആ ലഹരിയുടെ ഇടയ്ക്ക് ഒരുപാട് പിന്നെ ഫോറസ്റ്റ് എല്ലാവന്മാരും ഒന്നും ശരിയല്ല ഉള്ളത് പറയണോ. അങ്ങനെയൊക്കെ ഈ 10-20 വയസ്സുള്ള പെൺകുട്ടികൾക്കൊക്കെ 2 കുട്ടികൾ 3 കുട്ടികളെയൊക്കെ കൊണ്ട് ഒന്ന് കയ്യിൽ കാണും, 2 കുട്ടികൾ നടന്നു പോകും, അപ്പുറത്തെ ഇപ്പുറത്തും വശത്ത് കാണും, ഒരെണ്ണം ഒക്കത്തും കാണും, ഒരു 6 മാസം കാണും. അങ്ങനെയുള്ള കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആരോ ഉണ്ടാക്കി കൊടുക്കുവാണ്. അതോ അവരെയൊക്കെ ഒന്ന് കുളിച്ച് വൃത്തിയായി ഒന്ന് ഇവളുമാരെയൊക്കെ പോലെ അവളെയൊക്കെ ഒന്ന് അത്യാവശ്യത്തിൽ എന്തോ അവളൊക്കെ ഫിറ്റ് ചെയ്യുന്നത്, പുരികവും ഫിറ്റ് ചെയ്ത് കൺപീലിയും ഫിറ്റ് ചെയ്ത് ചുണ്ടിൽ എന്തൊക്കെയോ ചെയ്തിട്ട് ഇവളൊക്കെ പുട്ടിയും വാരി തേച്ച് കഴിയുമ്പോൾ ആ പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവളൊക്കെ ആ പിള്ളേരുടെ 7 അയലത്ത് വരത്തില്ല. അത്ര ഭംഗിയുള്ള കുട്ടികളാണ്, പെൺകുട്ടികളാണ് കേട്ടോ. അവർക്ക് കുളിക്കാനും അവർക്ക് നല്ല ഡ്രസ്സ് ഇടാനും ഒന്നും അവസ്ഥയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ചുരിദാറൊക്കെ ഇടിപ്പിച്ചപ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം അവരുടെ ആ ചുരിദാർ, അവരുടെ ബോഡി ഷേപ്പ്. നമുക്ക് അതിശയം വന്നു. അത്ര ഭംഗിയുള്ള പെൺകുട്ടികളാണ്. അവരെയാണ് പീഡിപ്പിച്ച് ഈ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുത്തി ഈ അറുവാണി ഈ വണ്ട കണ്ടവന്മാരുടെ കൂടെ എല്ലാം നടന്ന ഈ വേശ്യാവൃത്തി ചെയ്ത് അവളെ കൊച്ചുങ്ങളെ ഉണ്ടാക്കി ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 3 കോടി രൂപ വില പറയുന്നത്. നാണോ മാനോ ഉളുപ്പം ഉണ്ടായി ഇവക്കൊക്കെ, എന്താ പറയണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരുത്തനെ ചീത്ത വിളിക്കാൻ നമുക്കത് ഇങ്ങനെ ചീത്ത വിളിക്കാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല. എന്നിട്ടും ഞാനിത് പറയാൻ വന്നിട്ട്. അപ്പോൾ ഗൈസ് ഓക്കെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. പിന്നെ ലഹരി വിമുക്ത കേരളം നമ്മുടെ തൂഫാൻ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരള പോലീസ് ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് അറിയിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടുണ്ടല്ലോ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും അതിനകത്ത് ഭാഗമാകണം. ഈ ലഹരി വിമുക്ത കേരളം എന്ന് പറയുന്ന ഒരു സംഭവം, ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കണം ലഹരി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേരള പോലീസിൻ്റെ സൈറ്റിലെല്ലാം കിടപ്പുണ്ട്. ഞാനത് പിന്നീട് ആ നമ്പർ ചേർക്കാം കേട്ടോ, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പം ആ നമ്പറിൽ എവിടെ നിങ്ങളുടെ പിന്നെ ഒരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പിലും ആയാലും നിങ്ങളുടെ യാതൊരു തരത്തിലുള്ള അനോണിമസ് ആയിട്ടുള്ള അതാണ് നിങ്ങളുടെ മെസ്സേജ് മാത്രമേ അവിടെ എത്തും. നിങ്ങൾ ആരാണ് എന്താണ് എന്നൊന്നും ആർക്കും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലോ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴോ ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് കണക്ക് ലഹരി ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാലോ ആരുടെ കയ്യിലും ലഹരി ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നതായിട്ട് മനസ്സിലായാലും നിങ്ങൾ തീർച്ചയായിട്ടും
അറിയിക്കണം. നമ്പറിൽ അറിയിക്കുക. ആ നമ്പറിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ലഹരിക്ക് അടിമയായിട്ട് അവർക്ക് അമ്മയും പെങ്ങളെയും ആരെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് നമ്മുടെ സമൂഹം. അപ്പോൾ അതുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ഈ യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാവണം. ഞാൻ അതിനൊരു പ്രത്യേക വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ ആ നമ്പറും എല്ലാം വെച്ചിട്ട് ഞാൻ ഗൈസ് വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ദിവസവും